ഇറങ്ങിയെന്ന കാണില്ലല്ലോ. ഇത് നോക്കിക്കോളൂ. ഇത് അങ്ങോട്ട് പോയില്ല. ആളെ മുന്നിലാ കയറി ഇങ്ങോട്ട് കൊടുന്നേ. ബാക്കറി വണ്ടി ഉണ്ടല്ലോ. പോകുന്നുള്ള വഴി വളണ്ടിയേഴ്സ് ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. 21 ഫ്ലോട്ടുകളാണ് ഈ വർഷത്തെ ബോണസാലയിൽ അണിചേരുന്നത്. അതിൽ 18ാമത്തെ ഫ്ലോട്ടാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചിരിക്കുക. ബോണസാലയുടെ മുൻനിര
ഇതാ സെന്റ് തോമസ് കോളേജ് റോഡിലേക്ക് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി റോഡ് അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പിന്നിത ഇനിയും സ്വരാജ് ഗ്രൗണ്ട് പിന്നിട്ടിട്ടില്ല. ഇനിയും 3 ഫ്ലോട്ടുകൾ കൂടി സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ജില്ലാശുപത്രി പരിസരത്തേക്ക് പ്രവേശിക്കാനുണ്ട്. കാണികൾ ഇരുവശത്തു നിന്നും പരമാവധി റോഡിന്റെ ഫുട്പാത്തിന്റെ അരികിലേക്ക് മാറി നിന്ന് ഡാൻസിംഗ് ക്ലാസുകൾക്കും ഫ്ലോട്ടുകൾക്കും സർവതന്ത്ര സ്വതന്ത്രമായി പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് ഏറെ വിനയപുരസ്സരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറെ സ്നേഹമുള്ളവരെ, 11 വർഷത്തെ ചരിത്രവുമായി ബോൺനതാലെ വലിയ ദൃശ്യവിസ്മയമാണ് ഈ വർഷവും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. 2013 തൃശ്ശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുപിതാവിന്റെ മനസ്സിലുദിച്ച ക്രിസ്മസ് കാർണിവൽ എന്ന ആശയം അത് വളർന്ന് വികസിച്ച് ഇന്ന് നാം കാണുന്ന രീതിയിൽ തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ കോർപ്പറേഷനും സർവോപരി നാടും ഏറ്റെടുത്തതിന്റെ ഏറ്റവും കൃത്യമായ തെളിവാണ് ഇന്നിവിടെ പങ്കെടുത്ത 10,000-കണക്കിന് വരുന്ന ജനങ്ങൾ. ജാതി മത വ്യത്യാസമില്ലാതെ തൃശ്ശൂർ ജനത ബോൺനതാലെയും ഏറ്റെടുത്തു എന്നതിന്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള തെളിവ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഏറ്റവും മനോഹാരിതയോടുകൂടി ഏറ്റവും അച്ചുകെട്ടത്തോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം വഹിച്ചത് ഇവിടുത്തെ മത്സരം. അവർ ഈ ഓർക്കുകയാണ്. ഈ വർഷം ബോൺനതാലയ്ക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും ഏകീകരിച്ചത് ക്രോഡീകരിച്ചത് ഇമ്മട്ടി സൗണ്ട് ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ പ്രിയങ്കരായിട്ടുള്ള ജോഷിക്ക് ബോൺനതാലെ കമ്മിറ്റി പൗരാവലിയുടെയും ഹൃദ്യമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതാ ഇതാ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ജില്ലാശുപത്രി പരിസരത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ ബോൺനതാലെ കമ്മിറ്റിക്ക് ഒരുക്കിയ ദൃശ്യവിരുന്ന് ക്രിസ്മസ് ഫ്ലൈറ്റ് ഇതാ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോൺനതാലയുടെ പിന്നിൽ ഇനിയും സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാനുണ്ട്. ഏതാനും ഇടവകകൾ കൂടി ഈ ദൃശ്യവിരുന്നിന്റെ ഭാഗമാകാനുണ്ട്. മുൻനിര ഇതിനകം തന്നെ സെന്റ് തോമസ് കോളേജിന്റെ പാറോപ്പറ സ്ക്വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറെ മനോഹരമായി ഈ ദൃശ്യവിരുന്ന് ക്രമീകരിക്കാൻ മുഴുവൻ താല്പര്യവും മുഴുവൻ എഫർട്ടും എടുത്ത മുഴുവൻ ആളുകളെയും പൗരാവലിയെയും ഇതുമായിട്ട് കമ്മിറ്റികളെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. റോഡ് ഒരുക്കിയ ക്രിസ്മസ് ഫ്ലൈറ്റ് ഇതാ ദൃശ്യവിരുന്നുമായി സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ച് ഈ രാജരീതിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 15ഓളം ഇടവകകൾ കൂടി ഇനിയും ഈ ദൃശ്യവിരുന്നിന്റെ ഭാഗമാകാനുണ്ട്. ഏവരെയും ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്നതിനും ഈ പങ്കുചേരുന്നതിനുമായി ഏറ്റവും സ്നേഹത്തോടെ താല്പര്യത്തോടെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലത്തെ ചേച്ചിമാരുടെ ദോശ വായിച്ചു Hello.
നാടൻകുട്ടികളെ ഡാൻസ് കളിച്ചുകൊണ്ട് മേടിക്കുന്നത് കയറാ പിള്ളേരെ കളിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഐക്യരാഷ്ട്രസഭ തൃശൂർ പട്ടണത്തിന് നൽകിയിട്ടുള്ള പുതിയ ഒരു പദവിയാണ് ലേണിംഗ് സിറ്റി. ആ ലേണിംഗ് സിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. പൂരങ്ങളുടെ നാടായും പുലിക്കളിയുടെ നാടായും പേരെടുത്ത തൃശൂർ ഇതാ മറ്റൊരു ഉത്സവത്തിന് കൂടി അതിന്റെ നാമം മനസ്സിലേക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്രിസ്മസ് അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ക്രിസ്മസ് എന്ന ഇറ്റാലിയൻ വാക്ക് അഭിമന്യ ആൻഡ്രൂസ് സ്ഥാനത്തിലാവ് തൃശ്ശൂർ ജനതയ്ക്ക് മുൻപിൽ അവതരിച്ചപ്പോൾ അത് രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂരിന്റെ പൗരാവലിയും ഇന്ന് അഭിമാനത്തിന്റെ ആവേശത്തിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും വലിയ ക്രിസ്മസ് കാർണിവലായി ബോധത്താലെ മാറിക്കഴിഞ്ഞു. ഇന്ന് ഈ തൃശ്ശൂർ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള അപാരവൃതം ജനങ്ങളും നിരവധിയായ വിദേശികളും ഇന്ന് ഒരിക്കൽ കൂടി ആ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 27 എന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ മികച്ച ലേഖനം തെരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഭീമമായ ക്രിസ്മസ് കാർണിവൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പണിയെടുക്കുമ്പോ മര്യാദക്ക് എടുക്കണ്ട. Christmas
Christmas, Christmas, Merry Christmas. കൊല്ലത്താരെയും Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണങ്ങൾ പെയ്യുവാൻ കൊല്ലത്താരെയും ലോകത്തിലെ ഏറ്റവും മികച്ചതെന്താ ഏറ്റവും വലിയതെന്നാണ് ഇപ്പോഴും ശ്രദ്ധ വരുന്ന കാര്യങ്ങളാണ്. അതിർത്തിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ പേരൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാസ്നേഹികൾ ഒത്തൊരുമിച്ച് ഒരേ സ്വരത്തോടെ പറയാൻ പറ്റും, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷവും ഏറ്റവും വലുതും ഏറ്റവും മികച്ചതും ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണെന്നുള്ളത്. സോ അത് ഏറ്റവും വലിയ തെളിവാണ് 11 വർഷം കേൾക്കുമ്പോഴും ഓർമ്മിത്താതെ ഏറ്റവും മികവുറ്റതായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഓരോ ദിവസങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായ പല ദേശീയങ്ങളിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ അരയടിച്ചുകൊണ്ട് ഏറ്റവും മികവുറ്റ കാഴ്ചയൊരുക്കിയ പല സ്ഥലങ്ങളിലും തൃശ്ശൂർ പേരൂരിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് മാതൃകയാക്കി നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവായി മികച്ചതും വലിയതുമായിട്ട് ഏറ്റവും വലിയ റെക്കോർഡുമായിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള 15,000-15,000-ലധികം വരുന്ന പാപ്പന്മാർ 21 സമകാലിക വിഷയങ്ങളും കേരളം പ്രതിദാനം ചെയ്യുന്ന തനത് കലാരൂപങ്ങളും ഒപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളും കേരളം കണ്ട പോയ വർഷത്തെ ഈ ഒരു വർഷ അവസാന ആഘോഷത്തിലേക്ക് എത്തിനിൽക്കുമ്പോൾ ഏതൊരു ദിവസങ്ങളുടെ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് കേരളം എന്നുള്ളത് ഇന്ന് കണ്ട വിസ്മയ കാഴ്ചകളിൽ ഒരുവിധമൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സംഘാടന സമിതി എടുത്തെന്ന് പറയുന്ന കാര്യം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും എന്തൊക്കെ പുതുമ ഉൾക്കൊള്ളിക്കാമെന്നതിനൊപ്പം തന്നെ എത്രത്തോളം വ്യത്യസ്തമാക്കാം എന്നുള്ള കാര്യത്തിലും ഓർമ്മത്താലെ മികവ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 2K24 മറ്റൊരു വിസ്മയമായിട്ട് മാറുകയാണ്. 17,000 വരുന്ന പാപ്പമാർ ഈ നിമിഷം തൃശ്ശൂർ സ്വർണ്ണ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇത്രയും നേരം റോഡുകളിലാണെങ്കിലും പാപ്പമാരാണെങ്കിലും സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു. പൂർണ്ണമായും തൃശ്ശൂർ ജില്ലാ ആശുപത്രിയുടെ മുൻപന്തിയിലായിട്ടുള്ള സ്വരാജ് ഗ്രൗണ്ടിന്റെ തുടക്കത്തിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എല്ലാ പാപ്പമാരും പ്രവേശിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. കാരണം 4-ാം മണിക്കൂറിലേക്ക് കിടക്കുന്ന ആഘോഷ യാത്രയാണ്. ഇതിനിടയ്ക്ക് പാപ്പമാരും ഡാൻസുകളും മാലാകമാരും ഫ്ലോട്ടുകളും അങ്ങനെ എത്രയൊക്കെ കാഴ്ചയുടെ വിസ്മയം ഒരുക്കാൻ പറ്റുമോ സമസ്ത മേഖലയും അതെല്ലാം ഒറ്റക്കൂടെ തന്നെയായിരുന്നു ഓർമ്മക്കാല സംഘാടക സമിതി തൃശ്ശൂർ അതിരൂപതയും പൗരാവലിയും ചേർന്ന് ഏറ്റവും മികച്ചതായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത്ര നേരത്തെ ഒരു കാത്തിരിപ്പും അല്ലെങ്കിൽ ആഘോഷപൂർവ്വമായിട്ടുള്ള വിസ്മയ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് തന്നെ 4-ാം മണിക്കൂറിലേക്ക് കിടക്കുമ്പോൾ 15,000 വരുന്ന പാപ്പാമ്മ തൃശ്ശൂർ പേരൂരിന്റെ മറ്റൊരു ആഘോഷത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം അറിയുന്ന വലിയ ആഘോഷ പെരുമ എത്രത്തോളം ചരിത്ര നാളുകളിൽ എത്രത്തോളം നാഴികക്കല്ലുകളായിട്ട് മാറിക്കൊണ്ട് തന്നെ ഇവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് അവസാനമുള്ള ആപ്പാണ്. സോ ഇനി നിങ്ങൾ കാണുന്നതെല്ലാം ഈ വർഷത്തെ ആഘോഷത്തിന്റെ ഒരു അവസാനത്തിലേക്ക് ഇറക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ഏതൊരു ആഘോഷത്തിനും അവസാനം അത് കൃത്യമായിട്ട് ഒരുക്കുക എന്നതിനൊപ്പം തന്നെ വൃത്തിയായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. കാരണം പല ദേശങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നതുകൊണ്ട് തന്നെ ക്ലീൻ സിറ്റി എന്നുള്ള പേര് കേട്ടിട്ടുള്ള തൃശ്ശൂർ പേരൂരിൽ തന്നെ ഏറ്റവും മലിന വിമുക്തമാക്കുന്നതിന് വേണ്ടി ഈ ആഘോഷത്തിന്റെ ആരംഭം കഴിഞ്ഞിട്ടുള്ള മറ്റ് കരടുകളാണെങ്കിലും മറ്റ് അവശിഷ്ടങ്ങളാണെങ്കിലും ഒന്നും തന്നെ സൂക്ഷിക്കാതെ ഏറ്റവും ശ്രദ്ധാപൂർവം തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള CLC അംഗങ്ങളാണ് അതിനു വേണ്ടി നിൽക്കുന്നത്. അത് എത്ര നന്ദി പറഞ്ഞാലും നന്ദി പറയാതെ വയ്യ. കാരണം പച്ചപ്പിന്റെ ഹരിതാവിന്റെ തെക്കിങ്ങായിട്ട് മൈതാനത്തിന് ചുറ്റും ആഘോഷത്തിന്റെ ഈ അവസാനത്തിൽ അലയടിക്കുമ്പോൾ തൃശ്ശൂർ CLC നിങ്ങൾ ചെയ്യുന്ന വലിയ പ്രവൃത്തിയെ നന്ദിയോടെ എങ്ങനെയാണ് പറയാതിരിക്കാനാവുക? ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. 107ാമത്തെ ഇടവകയും ഇതാ പൂർണ്ണതാരയോട് ചേർന്ന് പോവുകയാണ്. നമുക്കൊരു പാപ്പ ഡാൻസ് പെർഫോമൻസ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ
Wish you Merry Christmas. അയ്യോ ടിസ്റ്റ് അടിക്കാൻ പോകുന്നുണ്ട് രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ഒന്നത്താലെ മാക്കളിയോടെ വിശ്വ പേരോണുണരുകയായി കൊട്ടും പാട്ടും കുഴലിയോടെ ആനന്ദത്തിൻ നാട്ടുകളോടെ സാന്തക്ലോസിൻ നിരനിരയോടെ ആട്ടനാടി പാടി തകർക്കാൻ കാലികൾ നടുവിൽ കൂട്ടിൽ ശൈത്യമേറ്റവൻ ജാതനായി ആശ്വാസം ജോലികൾ കാലം മംഗളവായി കൊണ്ടേ കാരുണ്യക്കാലായി സ്നേഹത്തിന്റെ വായി മനതായി കൊയ്തിറക്കാൻ ആശ്വാസം ജോലികൾ കാലം മംഗളവായി കൊണ്ടേ ഭൂജാതനായവൻ അവിടെ പോയിട്ട് സ്റ്റഡി ചെയ്യണ്ട തല്ലൂടണ്ട അവിടെ പോയി കടിക്ക് മൊബൈൽ വേണം രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി മാക്കളിയോടെ വിശ്വ പേരോണുണരുകയായി കൊട്ടും പാട്ടും കുഴലിയോടെ ആനന്ദത്തിൻ നാട്ടുകളോടെ സാന്തക്ലോസിൻ നിരനിരയോടെ
ദയവായി ശ്രദ്ധിക്കുക. പട്ടിക്കാട് നിന്ന് വന്നിട്ടുള്ള ബാദുഷ ഇവിടെ സുഹൃത്തുക്കളിൽ നിന്ന് അകന്ന് പോയിരിക്കുകയാണ്. അവരെ കാത്ത് ക്രിസ്ത്യൻ മോൻ ജില്ലാ ആശുപത്രിക്ക് അടുത്തുള്ള മൈക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മോൻ ബാദുഷയ്ക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നു. അതുപോലെ തന്നെ ഒളരിയിൽ നിന്ന് വന്നിട്ടുള്ള റൊമാരിയോയെ കാത്തിട്ട് രാഹുൽ ഇവിടെ ജില്ലാ ആശുപത്രിക്ക് അടുത്തുള്ള മൈക്ക് പോയിന്റിൽ കാത്തു നിൽക്കുന്നുണ്ട്. റൊമാരിയെ കാത്ത് രാഹുൽ മൈക്ക് പോയിന്റിൽ കാത്തു നിൽക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇപ്പോഴും ഏതാണ്ട് 50 ഇടവകളുടെ ഡാൻസിംഗ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുനിസിപ്പൽ റോഡ് മുതൽ ക്ലോക്ക് വൈസ് ദിശയിൽ ഏതാണ്ട് സെന്റ് തോമസ് കോളേജ് റോഡ് വരെ 50-ലധികം ഇടവകകളുടെ ഡാൻസിംഗ് പാപ്പമാരും 10-ലധികം ഫ്ലോട്ടുകളും ഇപ്പോഴും സ്വരാജ് റൗണ്ടിൽ ഉണ്ടെന്ന കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന കാണികളെ ഏറെ കൃത്യമായി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയും തൃശ്ശൂർ പൗരാവലിയും സംയുക്തമായി നടത്തുന്ന ബോൺ നത്താലെ 2024 ഏതാനും ഫ്ലോട്ടുകളും പകുതിയോളം വരുന്ന ഡാൻസിംഗ് പാപ്പമാരും സ്വരാജ് റൗണ്ടിൽ സെന്റ് തോമസ് കോളേജ് റോഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മുനിസിപ്പൽ റോഡ് മുതൽ ഏതാണ്ട് സ്വരാജ് സെന്റ് തോമസ് കോളേജ് വരെയുള്ള ഇടങ്ങളിലൊക്കെ ഇനിയും ഡാൻസിംഗ് പെർഫോമൻസ് ഉണ്ടെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു.